നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങുകളിൽ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതിയായിരുന്നു. തികച്ചും വ്യത്യസ്തവും പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മത വെളിപ്പെടുത്തുന്നതുമായ ഒരു അനുഭവമാണ് സന്ദീപ് ഇപ്പോൾ പങ്കുവച്ചത്. ഒരു ദിവസം പ്രധാനമന്ത്രിയുടെ 2 പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്താനുള്ള അപൂർവ അവസരം ലഭിച്ചത് തനിക്കാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മോദിജി എന്തുകൊണ്ട് അമാനുഷികൻ ആകുന്നു എന്ന സംശയത്തിന് ഒരു ഉത്തരം ഇന്നത്തെ പരിപാടിയിൽ നിന്ന് ലഭിച്ചുവെന്നും വാചസ്പതി അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രഖ്യാപന ചടങ്ങിലും പാർട്ടിയുടെ പ്രവർത്തക സമ്മേളനത്തിലുമായിരുന്നു സന്ദീപ് വാചസ്പതി പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തിയത്. പരിഭാഷ തുടങ്ങി 30-ാം സെക്കൻഡിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിത ഇടപെടൽ അദ്ദേഹത്തെയും അത്ഭുതപ്പെടുത്തി. സന്ദീപിന്റെ ശബ്ദം സദസ്സിന് വ്യക്തമായി കേൾക്കുന്നില്ലെന്നും അത് ശരിയാക്കാൻ മൈക്ക് ഓപ്പറേറ്ററോട് പറയണമെന്നും മോദി നിർദ്ദേശിക്കുകയായിരുന്നു. എങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് അത് മനസ്സിലായതെന്ന് തനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്നാണ് വാചസ്പതി പറഞ്ഞിരിക്കുന്നത്. പരിഭാഷ മികച്ചതായിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രധാനമന്ത്രിയുടെ OSD അശുതോഷ് ജിയും സുഹൃത്തുക്കളും അറിയിച്ചപ്പോൾ അഭിമാനവും സന്തോഷവും ഉണ്ടായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോദിജി എന്തുകൊണ്ട് അമാനുഷികൻ എന്ന് വിളിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്തരം ചെറിയ കാര്യങ്ങളിലെ അദ്ദേഹത്തിന്റെ വലിയ ശ്രദ്ധയെന്ന് സന്ദീപ് തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ 4 പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. CSIR ഇന്നോവേഷൻ ഹബ്ബ്, ശ്രീചിത്രയിൽ റേഡിയോ സർജറി സെന്റർ, പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലെ BJPയുടെ വിജയം കേരള രാഷ്ട്രീയത്തിലെ വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്നും ഗുജറാത്ത് മോഡൽ വികസനം കേരളത്തിലും സാധ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP അധികാരത്തിൽ വന്നാൽ ശബരിമലയിലെ സ്വർണ്ണ നഷ്ടത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും കുറ്റവാളികളെ ജയിലിലാക്കുമെന്നും മോദിജി ഉറപ്പ് നൽകി. ഏതായാലും സന്ദീപ് വാചസ്പതി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഒരു ദിവസം പ്രധാനമന്ത്രിയുടെ 2 പ്രസംഗം പരിഭാഷപ്പെടുത്തുക എന്ന അപൂർവ സൗഭാഗ്യമാണ് എനിക്കിന്ന് കിട്ടിയത്. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രഖ്യാപന ചടങ്ങിലും പാർട്ടിയുടെ പ്രവർത്തക സമ്മേളനത്തിലും നരേന്ദ്രമോദിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി. മോദിജി എന്തുകൊണ്ട് അമാനുഷികനാകുന്നു എന്ന സംശയത്തിന് ഒരു ഉത്തരം കൂടി ഇന്നത്തെ പരിപാടിയിൽ നിന്ന് കിട്ടി. പരിഭാഷ തുടങ്ങി 30-ാം സെക്കൻഡിൽ മോദിജിയുടെ ഇടപെടൽ. സന്ദീപിന്റെ ശബ്ദം സദസ്സിന് നന്നായി കേൾക്കുന്നില്ല എന്നും അത് ശരിയാക്കാൻ മൈക്ക് ഓപ്പറേറ്ററോട് പറയണമെന്നും മോദിജി നിർദ്ദേശിച്ചു. അത്ഭുതത്തോടെ മാത്രമേ അത് അനുസരിക്കാൻ സാധിച്ചുള്ളൂ. എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത് എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പരിഭാഷ നന്നായി എന്ന് രാജീവ് ചന്ദ്രശേഖർ ജി ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രധാനമന്ത്രിയുടെ OSD അശുതോഷ് ജിയും സുഹൃത്തുക്കളും പറയുമ്പോൾ അഭിമാനം, സന്തോഷം. നന്ദി മോദിജി, രാജീവ് ജി എന്നിൽ വിശ്വാസം അർപ്പിച്ചതിന്. പരിഭാഷ തുടങ്ങുന്നതിന് മുൻപ് മോദിജി ചില നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ചിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ചിത്രങ്ങൾ അദ്ദേഹം നരേന്ദ്രമോദിയുടെ അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തോട് സംസാരിക്കുന്ന ചില ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് സന്ദീപ് വാചസ്പതി ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. പോസ്റ്റിന് താഴെ നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ പരിഭാഷയെ വളരെ മനോഹരമെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നത്. ചില പോസിറ്റീവായി വന്നിട്ടുള്ള കമൻറ്റുകൾ വായിക്കാം. താങ്കളുടെ പരിഭാഷ ഗംഭീരമായി. മോദിജിയുടെ വാക്കുകളുടെ വാചകങ്ങളുടെ വെറും ഒരു തർജ്ജമയായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വികാരവും സത്വവും ഒട്ടും ചോരാതെയും ഒരിക്കൽ പോലും പരിങ്ങാതെയുമുള്ള തർജ്ജമ. ഹിന്ദിയും മലയാളവും കൈകാര്യം ചെയ്യാൻ അറിയുന്നവർ ആസ്വദിച്ച് കാണണം. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ സന്ദീപ് ജിയുടെ ശബ്ദം ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് മോദിജി പറഞ്ഞത് ശരിക്കും അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം വാക്കുകൾക്ക് അതീതം, അഭിനന്ദനങ്ങൾ എന്നാണ് ഒരാൾ പങ്കുവച്ചിട്ടുള്ള ഒരു കമൻറ്റ്. മറ്റൊരാളുടെ കമൻറ്റ് കൂടെ വായിക്കാം. മോദിജിയുടെ വാചാലമായ ഹിന്ദി പ്രസംഗം അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ തൽക്ഷണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള താങ്കളുടെ കഴിവ് ആ ഭാഷകളിലുള്ള നിങ്ങളുടെ അറിവിനെ കാണിക്കുന്നു. അഭിനന്ദനങ്ങൾ. BJP അഖിലേന്ത്യാ നേതൃത്വത്തിലോ സംസ്ഥാനത്തിലോ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തമുള്ള സ്ഥാനം ലഭിക്കാൻ സാധ്യമാകട്ടെ. എല്ലാവിധത്തിലും നിങ്ങളത് അർഹിക്കുന്നു. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കഴിവുള്ള ആളുകൾ BJPയിലുണ്ട്. ഈ അതുല്യമായ കാഴ്ചപ്പാടാണ് BJPയെ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്.
വരും കാലങ്ങളിൽ ദേശീയത മുറുകെ പിടിക്കുന്ന ഭാരതത്തിലെ ഏക രാഷ്ട്രീയ പാർട്ടിയായ BJPക്ക് കേരളത്തിൽ വരും കാലങ്ങളിൽ ഭരണത്തിലെത്താൻ സാധ്യമാകട്ടെ. അതിന് താങ്കളുടെ പോലുള്ള കഴിവുറ്റ ചെറുപ്പക്കാരുടെ നേതൃനിര ആവശ്യമാണ്. അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റുകൾക്ക് താഴെ ആളുകൾ പങ്കുവയ്ക്കുന്ന കമൻറ്റുകൾ. ഏതായാലും അത് കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, വളരെ രസകരമായി തന്നെയാണ്, അല്ലെങ്കിൽ ഒട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള വാക്കുകളെ വളരെ അച്ചടക്കത്തോടു കൂടിയും വളരെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ രസകരമായി തന്നെയാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്നലെ കൃത്യമായിട്ട് പല വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ വികസനം ഇതോടുകൂടി തുടങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ രസകരമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു പോസ്റ്റ് കൂടെ ഇന്ന് വൈറലാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വേദിയിലും ആ കാഴ്ചയും വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് നരേന്ദ്രമോദിക്കൊപ്പമുള്ള ആ നിമിഷം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ആ അനുഭവം പങ്കുവെച്ചാണ് ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മറ്റാരുമല്ല, ഇവിടുത്തെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥ് തന്നെയാണ്. തൻ്റെ കാൽ തൊട്ട് വന്ദിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ച് തൻ്റെ കാലുകൾ തൊട്ട് വന്ദിച്ചതിനെക്കുറിച്ച് വികാരധീനയായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥ്. തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത BJPയുടെ പൊതുസമ്മേളനത്തിലായിരുന്നു സംഭവം. മേയർ VV രാജേഷിനൊപ്പം പ്രധാനമന്ത്രിക്ക് ഉപഹാരം നൽകാനെത്തിയ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് നരേന്ദ്രമോദിയുടെ കാൽ തൊട്ട് വണങ്ങി. തൊട്ടു പിന്നാലെ അപ്രതീക്ഷിതമായി നരേന്ദ്രമോദി തിരിച്ച് ആശാനാഥിന്റെ കാൽ തൊട്ട് മടങ്ങുകയായിരുന്നു. വികാരധീനിയായ ആശാനാഥ് പിന്നാലെ കണ്ണു തുടയ്ക്കുന്നതും കാണാമായിരുന്നു. അത് ദുഃഖത്തിന്റെ കണ്ണീരല്ല, സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും കൃതജ്ഞതയുടെയും കണ്ണീരായിരുന്നുവെന്നും ആശാനാഥ് കുറിച്ചു. ഈ നേതാവിൽ കണ്ടത് അധികാരമല്ല, മനുഷ്യനെയും സംസ്കാരത്തെയുമാണെന്ന് ആശാനാഥ് എഴുതി. കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഇത് വെറും ഒരു ഫോട്ടോയല്ല, എൻ്റെ ആത്മാവിൽ പതിഞ്ഞ ഒരു നിമിഷമാണ്. ആദരവോടെ ഞാൻ കാലുകൾ തൊട്ട് വന്നിച്ചപ്പോൾ അധികാരത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വിനയത്തോടെ എൻ്റെ കാലുകൾ തിരിച്ചു വന്നിച്ചു. ആ നിമിഷം ഞാൻ എന്നെ തന്നെ മറന്ന് കണ്ണുകൾ അറിയാതെ നനഞ്ഞു. അത് ദുഃഖത്തിൻ്റെ കണ്ണീരല്ല, സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും കൃതജ്ഞതയുടെയും കണ്ണീരായിരുന്നു. ഈ നേതാവിൽ ഞാൻ കണ്ടത് അധികാരമല്ല, മനുഷ്യനെയാണ്, സംസ്കാരത്തെയാണ്, ഭാരതത്തിൻ്റെ ആത്മാവിനെ തന്നെയാണ്. ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി ഒരു അനുഗ്രഹമായി, ഒരു പ്രചോദനമായി നിലനിൽക്കും. വിനയം തന്നെയാണ് യഥാർത്ഥ മഹത്വം. ഈ സന്തോഷം വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല എന്നാണ് പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെ ആശാനാഥ് പറഞ്ഞതുപോലെ ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആശാനാഥ് നരേന്ദ്രമോദിയുടെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിക്കുന്നു. തിരിച്ചും അദ്ദേഹം കാല് തൊട്ട് വന്നിക്കുകയായിരുന്നു. വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഭാരതീയ സംസ്കാരം ആ വേദിയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. ആ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഇപ്പോൾ തനിക്ക് ഉണ്ടായിട്ടുള്ള ആ സ്റ്റേജിൽ വെച്ച ആ അനുഭവം അത് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ മറക്കാൻ ഇടയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ആശാനാഥും പങ്കുവച്ചിരിക്കുന്നത്.